അനിമൽ രചന സൂര്യകാന്തി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കാർത്തു കൈ നിറയെ വെള്ളം നിറച്ച് മുഖത്തേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. ഏറെ നേരം അങ്ങനെ ചെയ്തപ്പോൾ ഉള്ളൊന്ന് തണുത്ത പോലെ കാർത്തു തളർച്ചയോടെ ആ ബാത്റൂമിന്റെ ചുമരിലേക്ക് ചാരി നിന്നു. കൈയും കാലുമെല്ലാം കുഴയുന്ന പോലെ തോന്നുന്ന അവൾക്ക് അവൾ പതിയെ കണ്ണാടിയിലേക്കും നോക്കി. ഭാഗ്യം ചത്തില്ല. അവൾ നെടുവീർപ്പെട്ടു. കാർത്തു പുറത്തിറങ്ങിയപ്പോൾ ദിനേശനും പക്രവും പുറത്തിരിപ്പുണ്ട്. അവരുടെ മുഖത്തുകൊണ്ട് ക്ഷീണം. എന്താപ്പ ഇവിടെ ഉണ്ടായേ എന്നൊരു ഭാഗത്തിൽ അശോകേട്ടൻ അപ്പുറത്തിരിപ്പുണ്ട്. എന്നാലും ആ ചെറുക്കനെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. അശോകേട്ടനാണ്. അശോകന പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതും എല്ലാവരും കൂടെ അശോകനെ തുറിച്ചു വെച്ച് അങ്ങ് നോക്കി. അശോകൻ ആ നോട്ടത്തിലൊന്ന് പതറിപ്പോയി. ഒരുമാതിരി നരഭോജികൾ നോക്കുന്ന പോലെയാ എല്ലാം കൂടെ നോക്കുന്നത്. പതറാതിരിക്കോ പിന്നെ. കാലൻ ഏത് ഔട്ട്ഫിറ്റിൽ വന്നാലും കാലം തന്നെ അശോകേട്ടാ. കാർത്തു ദേഷ്യത്തോടെ പറഞ്ഞുപോയി. സോറി. അശോകനൊന്ന് വിളറി ചിരിച്ചു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. കാർത്തു കണ്ണുരുട്ടി. എന്നിട്ട് മൂലയിലിരിക്കുന്ന ഹരിയെ നോക്കി കണ്ണുരുട്ടി. ഹരി ഉത്തരത്തിലുള്ള ഓടുന്ന തിരക്കിലാണ് അന്നേരം. അവൻ കാർത്തുവിന് മുഖം കൊടുക്കുന്നേയില്ല. ഇതുപോലെ ജിതിയും പാവാണേ എന്നും പറഞ്ഞ് നടന്ന ഒരുത്തനാ ഇവ പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ. കാർത്തു ഹരിയെ ചൂണ്ടിക്കൊണ്ട് അശോകനോട് പറഞ്ഞു. കാർത്തു പറയവേ ഹരിയൊന്നും നിവർന്നിരുന്നു. നീ കൂടുതലൊന്നും പറയണ്ട. ഞാനവൻ പാവന്നല്ലേ പറഞ്ഞുള്ളൂ. നിനക്കവൻ സൂപ്പർമാൻ അല്ലായിരുന്നോ? സൂപ്പർമാൻ സൈറ്റാന്ന് വിളിച്ച നീയല്ലേ അവന്റെ പിന്നാലെ തേനും പാലും ഒഴിക്കാൻ നടന്നിരുന്നേ? എന്ത് ക്രിഞ്ചാടി. കാർത്തുവിന്റെ വായടഞ്ഞു. 1-0. ഇനിയും എന്തെങ്കിലും പറഞ്ഞ ഹരിയുടെ വായ തുറപ്പിക്കണമെന്ന് അങ്ങ് കരുതി കാർത്തു. അതുകൊണ്ട് സമാധാനത്തിന്റെ വെള്ളക്കുടി വീശി അവൾ കുറച്ച് മാറിയിരുന്നു. എന്നാലും ജിതിന് എങ്ങോട്ടായിരിക്കും ഇത്ര തിരക്കിട്ട് പോയത്? കാർത്തുവിനെ എത്ര ആലോചിച്ചിട്ടും ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. വല്ല പാളം തെറ്റിയ ട്രെയിൻ പിടിച്ചെടുത്താനോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ്ങിന് തീ പിടിച്ച് ഊതിയണക്കാനോ പോയതാവും. സൂപ്പർമാൻ അല്ലേ സൂപ്പർമാൻ. ഹരി വിടാൻ പാവമില്ല. കാർത്തുവിന്റെ വായ പിന്നെയും അടഞ്ഞു. 2-0. ഏയ് കരയാതെടാ. നിരഞ്ജന അവിടെ ഇരു കണ്ണുകളും മാറി മാറി തുടച്ചു കൊടുത്തു. എന്നാലും എന്റെ കുഞ്ഞെ, നീ എന്തോരം അനുഭവിച്ചു കാണും. ഒരു രാത്രി ഞങ്ങളെ കൊണ്ടൊന്നും അവനെ സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ വർഷങ്ങൾ കൂടെ ജീവിച്ച് നീ അനുഭവിച്ചത് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും. നിരഞ്ജൻ നെടുവീർപ്പെട്ടു. പാറൊന്നും ഇണ്ട അവന്റെ തോളിലേക്ക് ചാഞ്ഞു. നിരഞ്ജൻ അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ ചുണ്ടുകൾ പലവട്ടം അവളുടെ നെറുകയിലമർന്നു. വെറുതെ വിടില്ല, പൊക്കും ഞാൻ അവനെ. ഇന്നിരുട്ടികൾക്ക് മുമ്പേ അവനെന്റെ കയ്യിൽ കിട്ടും. നിരഞ്ജൻ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ പറഞ്ഞു. അത് വെറൊരു പറച്ചിലല്ലായിരുന്നു. നിരഞ്ജൻ അന്ന് തന്നെ ജിതിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് പോയി. ഹരിയോ അവനൊപ്പം പോയി. കയ്യിൽ കിട്ടുവാണെങ്കിൽ 2 അരിക്കും പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. ജിതിന്റെ റൂമിന്റെ വാതിൽ മുട്ടി അക്ഷമയോടെ ഹരി നിരഞ്ജനും കാത്തു നിന്നു. ആരാ? പുറത്തേക്ക് ഇറങ്ങി വന്ന അവന്റെ അമ്മയാണ്. കണ്ടാലൊരു സാധു സ്ത്രീ. പക്ഷെ ആ സാധു സ്ത്രീയുടെ മറ്റൊരു മുഖം പാറു പറഞ്ഞിട്ട് അറിയാം ഇപ്പോൾ നിരഞ്ജന്. ആ ഹരിമോനോ, എന്താ അവിടെ തന്നെ നിന്ന് നീ? ഇങ്ങനെ കയറി വാ. നിരഞ്ജന് പിന്നേൽക്കുന്ന ഹരിയെ അന്നേരമാണ് അവർ കാണുന്നത്. യോ എന്റെ പൊന്നമച്ചി, വേണ്ട. ഇന്നലെ മുഴുവൻ മോന്റെ സൽക്കാരായിരുന്നു. ഇനി തള്ളയുടെ സൽക്കാരം കൂടി താങ്ങാൻ വയ്യാത്തോണ്ടാ. ഹരി തൊഴുതുപോയി. എന്താ പ്രശ്നം? ഹരിയുടെ ആ പറച്ചിലും പോലീസ് ചീപ്പും എല്ലാം കൂടെ അവർക്ക് എന്തോ പന്തിയേട് തോന്നി. അവനവിടെ നിങ്ങളെ മോൻ? നിരഞ്ജന്റെ സ്വരം മുറുകി. അവനിവിടെ ഇല്ലല്ലോ മോനെ. ഇന്ന് വെളുപ്പാങ്കാലത്തെ വന്ന് കയറി. വന്ന പാടൊരു കുളിയും കുളിച്ച് ഇറങ്ങിപ്പോയി. അവർ പരിഭ്രമത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് അവനെ ജനിച്ചപ്പോഴേ കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ ഒരെണ്ണത്തിന് വളർത്തിയുണ്ടാക്കിയതിന് ആദ്യം നിങ്ങളെ പിടിച്ച് ജയിലിടണം. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാതെ സ്ത്രീയെ. നിങ്ങൾ അവനെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് പോച്ച് ഉണ്ടാക്കിയതാണോ? ഇതേപോലെ ഒരു കിറുക്കനെ ഞാൻ ഈ ലോകത്ത് വരെ കണ്ടിട്ടില്ല. നിരഞ്ജൻ നെറ്റി തടവിക്കൊണ്ട് ചോദിച്ചു പോയി. എന്താ മോനെ പ്രശ്നം? അവർ പരിഭ്രമിച്ചു. ദേ ഈ നിൽക്കുന്ന സാറാ പാറുണെ വിവാഹം ചെയ്യാൻ പോകുന്നത്. ഹരി കാര്യങ്ങളുടെ കിടപ്പുവച്ച് അവർക്ക് വ്യക്തമായിക്കോട്ടെ എന്ന് ഇത് പറഞ്ഞു കൊടുത്തു. അതോടെ അവർക്ക് ആകെ ഭയമായി. ജിതിന് പാറു എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവളെ വേറൊരുത്തം കെട്ടാൻ പോവുകയാണെന്നറിഞ്ഞാൽ അത് മതി ജിതിന്. ബാക്കി ഊഹിക്കാൻ ജിതിന്റെ അമ്മയ്ക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. നിങ്ങളും അവന്റെ കൂടെ ചേർന്ന് എന്റെ പാറുവിനെ കുറെ ഉപദ്രവിച്ചിരുന്നെന്ന് എനിക്കറിയാം. ഇനി തള്ളയുടെയും മോന്റെയും നിഴൽ അവിടെ ദേഹത്ത് വീണ വെച്ചേക്കില്ല ഞാൻ രണ്ടിനെയും. നിരഞ്ജന അവരെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പൊടുന്നതിനെ അവർ ഓടി വന്നവന്റെ കൈ കവർന്നു. പൊന്നു മോനെ, പാറുവിനോട് പുറത്തേക്കാൻ പറഞ്ഞേക്കണേ. ഞാൻ ഒരുപാട് അതിനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുഷ്ടൻ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ തന്നെ മോനെ വിളിച്ചറിയിക്കാം. അവനെ പ്രസവിച്ച് പോയല്ലോ എന്ന കുറ്റോർത്ത് നേറി കഴിയാൻ ഞാൻ. ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതോടെ ഹരിയുടെ ഉള്ളം തണുത്തു. പാവം ആ ചെറുക്കിനിങ്ങനെ ആയതിന് അവരെന്ത് പിഴച്ചു എന്ന് എഴുതിയവൻ. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ വിളിച്ചത്തോണ്ട് വരും. നിരഞ്ജന ആ സ്ത്രീക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവരുടെ മുഖം കുനിഞ്ഞുപോയി. ആ പോലീസ് ജീപ്പ് ആ ഗേറ്റ് കടന്നു പോയിട്ടാണ് അവർ പിന്നെ മുഖം ഉയർത്തിയത് പോലും. ഓ പിന്നെ നിങ്ങളെ കൂടെ എന്തോ ഉണ്ടാക്കുന്ന? എന്റെ മോനെ തടിയിടാതിരിക്കാൻ അവന് നന്നായിട്ട് അറിയാം. ആ സ്ത്രീ 2 കണ്ണും അമൃത്തി അങ്ങ് തുടച്ചുകൊണ്ട് പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി വീണുള്ളിലേക്ക് കയറിപ്പോയി. മുന്നിൽ നിൽക്കുന്നവനെ കാണേ അതൊരു ഹോസ്പിറ്റലാണെന്ന് പോലും നോക്കിയില്ല നിരഞ്ജൻ.
അത്രമാത്രം ദേഷ്യം ഉള്ളിൽ നുരഞ്ഞു പൊങ്ങി വന്നിരുന്നു. ഷർട്ടിന്റെ കോളൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം തന്നെ അവന്റെ ചെവിയും കവളും കൂട്ടി ഒരു അടി കൊടുത്ത് നിരഞ്ജൻ. ജിതിൻ താഴേക്ക് വീണുപോയ അടിയിൽ മുഖമുയർത്തി നിരഞ്ജനെ നോക്കിയെന്നല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല ജിതിൻ. അവന്റെ ചെറുവിരൽ തുമ്പോലും നിരഞ്ജനോട് പ്രതികരിച്ചില്ല. അവന്റെ ആ അയ്യോ പാവിരിപ്പ് കാണുമ്പോൾ ഹരിക്ക് അടിമുടി എരിഞ്ഞങ്ങ് കയറി. സാറിന് പറ്റില്ല, ഇങ്ങ് മാറിക്ക്, ഞാൻ തല്ലാം ഈ നല്ലവനായ ഉണ്ണിയെ, ഹരി അണപ്പലേരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഹരിക്ക് അതിനുള്ള അവസരം നിരഞ്ജൻ അന്നേരം കൊടുത്തില്ല. ചുറ്റും ആളുകൂടിയിട്ടുണ്ട്. പോലീസിന്റെ ക്രൂരമർദ്ദനം എന്ന പേരിൽ നാളെ പത്രത്തിൽ അതിനെപ്പറ്റി വാർത്ത അറിയുന്നടക്കം നിരഞ്ജൻ അറിയാം. ചിലപ്പോൾ തൊപ്പിതെറിക്കും. മാനസിക രോഗത്തിന് സ്വയമേ ചികിത്സ നേടിയ പുണ്യാളിനെയാണല്ലോ താൻ ഈ കിടന്ന് പട്ടിയെ പോലെ തല്ലുന്നത്. അപ്പൊ പിന്നെ തൊപ്പിതെറിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒന്നും പ്രതികരിക്കാതിരിക്കുന്നവനെ കാണുമ്പോൾ തന്നെയാണ് ഹരിയെപ്പോലെ നിരഞ്ജനും ദേഷ്യം അടക്കാൻ പറ്റാത്തത്. നിരഞ്ജന്റെ ഉരുക്ക് പോലെയുള്ള ആ കൈവച്ച് പത്തം കിട്ടിയപ്പോൾ ജിതിൻ ചോര തുപ്പി. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടില്ല, കരഞ്ഞില്ല, മിണ്ടിയത് പോലുമില്ല. അവന്റെ മനസ്സ് ഇവിടെയൊന്നും അല്ലാത്ത പോലെ എന്തൊക്കെയോ ചിന്തയിലാണ് അവൻ. ഹരി ഒരടി മാറി നിന്നു. അവൻ വെറുതെ ഇരിക്കുമ്പോഴടക്കം പേടിക്കണം. എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്താ ദൈവം ഈ പുല്ലരിങ്ങ ചിന്തിച്ചു കൂട്ടുന്നത്? ഹരി ദൈവത്തോട് ചോദിച്ചു പോയി. ദൈവം ആർക്കറിയാം, എനിക്കൊന്നും അറിയാൻ പാടില്ല കുഞ്ഞേ. എന്നാലും ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇതിനെ പടച്ചു വിടുന്നത്? ഹരി ദൈവത്തെ വിടാൻ പാവമില്ല. ലേ ദൈവം, ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇറ്റ് വാസ് ആൻ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. നിലത്തട്ടയെ പോലെ ചുരുണ്ടെടുക്കുന്നവനെ ഒരിക്കൽ കൂടെ തല നിരഞ്ജൻ കയ്യോങ്ങവേ അവന്റെ കയ്യിലാരോ കടന്നു പിടിച്ചിരുന്നു. നിരഞ്ജൻ തിരിഞ്ഞു നോക്കി. ആ വെള്ളക്കോട്ടിലും കഴുത്തിൽ തൂക്കിട്ടിരിക്കുന്ന സ്റ്റെസ്കോപ്പിലുമാണ് ആദ്യം നിരഞ്ജന്റെ കണ്ണുടക്കിയത്. താൻ എന്താ ഈ ചെയ്യുന്നത്? ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അറിയാൻ പാടില്ലേ? ആ ഒരു ദേഷ്യത്തോടെ ചോദിച്ചു പോയി. ഇവനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിരഞ്ജൻ പുച്ഛത്തോടെ പറഞ്ഞു. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ. ഇതൊരു ഹോസ്പിറ്റലാണെന്ന് ബോധം വേണം സാർ. പോരാത്തിന് ജിതിനിപ്പോൾ എൻ്റെ പേഷ്യൻ്റ് കൂടിയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളെ മർദ്ദിക്കുന്ന ക്രിമിനൽ കുറ്റാണെന്ന് ഞാൻ സാറിന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ പൊന്നു ഡോക്ടർ പെങ്ങളെ, ഇവന് മാനസിക പ്രശ്നം മാത്രമൊന്നും പറഞ്ഞേക്കല്ലേ, ഇത് വേറെന്തോ കൂടിയേനോ? ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. താൻ ഡോക്ടർ വിഭാഗം പഠിച്ചിറങ്ങിയതാണോ? ആ രൂക്ഷമായ ഹരിയെ നോക്കി. ഹരി ചുമൽ വെട്ടിച്ച് കളഞ്ഞു. സാർ, ഇത് കുറച്ച് ഓവറാണ്. ഇങ്ങനെ ആളുകളുടെ മുമ്പിലിട്ട് ഷോ ഇറക്കുന്നൊന്നും നിങ്ങളെപ്പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്നല്ല. നിരഞ്ജൻ മുഷ്ടിയൊട്ടിക്കൊണ്ട് ദേഷ്യം അടക്കി. തൊട്ടടുത്ത നിമിഷം നിരഞ്ജൻ ജിതിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ടങ്ങ് എഴുന്നേൽപ്പിച്ചു. ഇന്നാ കൊണ്ടുപോയി ഷോക്ക് അടുപ്പിക്കുകയോ സെല്ലിലിടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. കൊണ്ടുപോയിട്ട് എനിക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. മാനസിക രോഗം നേരിടുന്ന പ്രതി എന്നും പറഞ്ഞ് കോടതി ചികിത്സയ്ക്ക് വിടുന്നല്ലാതെ ശിക്ഷിക്കത്തില്ലല്ലോ, നിരഞ്ജൻ ദേഷ്യത്തോടെ പറഞ്ഞു. അന്നേരം മാത്രം ജിതിൻ നിരഞ്ജനെ നോക്കി. എടാ നിരഞ്ജൻ, എന്റെ പാറുവിനെ നല്ലപോലെ നോക്കിയേക്കണേടാ. കണ്ണുകൾ നിറച്ചു പറയുന്നവനെ കാണെ കണ്ണുന്നവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. നിരഞ്ജൻ അന്നേരം ചുമരിലിട്ടങ്ങ് ഒരക്കാനാണ് തോന്നിയത്. കൈ ഉയർന്ന് നിരഞ്ജൻ പാടുവിട്ട് അടക്കി. തള്ളിയിട്ടും കാര്യമില്ല, നിരഞ്ജൻ ഓർത്തു. പന്തങ്ങണ പിരിച്ചാഴി പോലെ നിൽക്കാതെ വരാൻ നോക്ക്. ചവിട്ടി തുള്ളി പോകുന്നേരം ഹരിക്ക് നേരെ നിരഞ്ജൻ ഒരു ചാട്ടം. അതോടെ ഹരിയും ജിതിനും തിരിഞ്ഞു പോയിക്കൊണ്ട് അവനൊപ്പം ചെന്ന്. ജിതിൻ നിരഞ്ജൻ പോകുന്നത് നോക്കി നിന്നു. എന്നാലും അവന് തന്നെ ഇങ്ങനെ പട്ടിയെ പോലെ തല്ലാനിങ്ങനെ തോന്നി. ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലായിരുന്നു ഒരു കാലത്ത്. ജിതിൻ ഷർട്ടിന്റെ കോളിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചിന്തിച്ചു പോയി. കൂടെ നിന്നവരിൽ ആ ഡോക്ടർ ഉൾപ്പെടെ പലരും അവനെ ആശ്വസിപ്പിച്ചു. കാര്യം എന്താണെന്നോ എന്തിനാണെന്നോ അറിയാതെ. വീട്ടേക്ക് ഇനി അതിന്റെ പിന്നാലെ പോകണ്ട. നമ്മൾ വെറുതെ വിട്ടാലും ദൈവം വെറുതെ വിടില്ല. എന്റെ കണ്ണുനീരുണ്ട് അവന്റെ തലക്ക് മുകളിൽ. പാറുള്ളിൽ നുരഞ്ഞു വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ഒപ്പം അവളുടെ കൺകോടുകളൊന്നും നനഞ്ഞു. ഏയ് ഞാനില്ലേ. നിരഞ്ജന അവളുടെ നെറുകിൽ പതിയെ തലോടി. ഉണ്ടാവോ? പാറു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. പിന്നെ ഉണ്ടാവണ്ടേ? നിരഞ്ജന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി. ആ ചിരി പാറുവിലേക്കും പതിയെ വ്യാപിച്ചു. ഓരോ നിമിഷവും നിരഞ്ജനും പാറു അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞാണ് ധന്യാമ്മയും തിരികെ വന്ന്. നിരഞ്ജന് കുത്തുകൊണ്ടതും അവൻ ഹോസ്പിറ്റലായിരുന്നെല്ലാം അന്നേരാണ് അവരറിയുന്നത്. അവിടെ ഇല്ലായിരുന്നത് നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ നിരഞ്ജനെ പരിചരിക്കേണ്ടി വന്നേനെന്ന് കരുതി ധന്യ. പക്ഷെ ജാനകിയമ്മക്ക് പരിഭവമാണ്. തനിയെ നിരഞ്ജൻ കഷ്ടപ്പെട്ട് കാണലേന്നോർത്തപ്പോൾ അവർക്ക് സങ്കടം വന്നു പോയി. നിരഞ്ജനൊന്നിനും പ്രതികരിച്ചില്ല. അമ്മയുമായുള്ള ആ ബന്ധം എന്തോ അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ധന്യ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാണ് പാറുവിന്റെയും നിരഞ്ജന്റെയും മാറ്റം. നിരഞ്ജന് ചുറ്റുമുള്ളൊന്നും കണ്ണിൽ കാണാത്ത പോലെ, പാറുള്ളപ്പോൾ മുഴുവൻ അവളെ കാണാൻ ചുറ്റിപ്പറ്റി നടക്കുന്ന പോലെ. നിരഞ്ജനെ ആ നോട്ടവും ഭാവമെല്ലാം കണ്ണിൽ നിന്ന് അടിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവളും അതൊക്കെ ആസ്വദിക്കുന്ന പോലെ. ഒരവസരം കിട്ടിയപ്പോൾ ധന്യ അതങ്ങ് തുറന്ന് ചോദിക്കുകയും ചെയ്തു. പാറു അന്നേരം പച്ചക്കറി എന്തോ നുറുക്കിയായിരുന്നു. എന്താടി നിനക്ക് ഏട്ടനെ കാണുമ്പോൾ ഒരു ഇളക്കം? പാറു മുഖം മാത്രം ചെരിച്ച് പുറകിൽ നിൽക്കുന്ന ധന്യയെ നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ ചെയ്യുന്ന പണി തന്നെ തുടർന്നു. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? നീയും ചേട്ടനും തമ്മിൽ എന്താണെന്ന്? പ്രേമം. ഒറ്റവാക്കിൽ പാറു ഉത്തരം നൽകി. ധന്യൊന്ന് ഞെട്ടി. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിലും അങ്ങനെ ഒരു ഉത്തരം തന്നെ പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് സത്യം. ചേട്ടന് നിന്നെ സ്നേഹിക്കാൻ മാത്രമുള്ള ദാരിദ്ര്യമൊന്നുമില്ല, ധന്യ പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ചേട്ടനെ സ്നേഹിക്കാൻ മാത്രമുള്ള ദാരിദ്ര്യം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ.
പാറുവിന്റെ പരിഹാസം ധന്യക സഹിച്ചില്ല. തൊട്ടടുത്ത നിമിഷം ധന്യ ഓടിപ്പാഞ്ഞു വന്നുകൊണ്ട് പാറുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പാറുവിനെ അത് നോവുകയും ചെയ്തു. ഒരൊറ്റ തിരിച്ചിലിൽ പാറു അവളെ കൈ പിടിച്ചെടുത്തു. ഒപ്പം അവളെ കഴുത്തിൽ കൈ ചേർത്തങ്ങ് വെച്ച് ആ ചുമരിൽ അങ്ങ് ചേർത്തു. തിളങ്ങുന്ന കത്തിമുന കണ്ണിന് നേരെ തറച്ചിരുന്നപ്പോൾ ധന്യ വിരണ്ടുപോയി. ഒരാഴ്ച ഞാൻ സമയം തരും. ഒരു ജോലി സ്വന്തമായി കണ്ടെത്തി പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോളണം. നിന്നെ പോലൊരു സൈക്കോയുടെ കൂടെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പാറു കൈവിട്ടു. ധന്യ കഴുത്തിന് മീതെ തലയിലേയും തപ്പി നോക്കി. പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ അടുപ്പിൽ തീ കൂട്ടി അങ്ങ് വേവിക്കുന്നില്ലേ. പാറു ശാന്തമായി പറഞ്ഞുകൊണ്ട് പിന്നെയും തന്നെ ജോലികളിൽ മുഴുകി. ധന്യയുള്ള ജീവനം കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ മുന്നിൽ നിരഞ്ജൻ. അവളൊന്ന് പരിങ്ങി. കൂടുതലൊന്നും എനിക്കും പറയാനില്ല. അവള് പറഞ്ഞ പോലെ ഒരാഴ്ച, മനസ്സിലായല്ലോ. നിരഞ്ജൻ കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ധന്യ ചവിട്ടിത്തുള്ളി അകത്തേക്ക് വലിഞ്ഞു. നിരഞ്ജൻ പതിയെ അടുക്കളയിലേക്ക് ചെന്നു. എന്നായിരുന്നു ഇവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ? നിരഞ്ജൻ ചിരിയോടെ ചോദിച്ചു. അവൾക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം പോലും. എന്നിട്ട് നീ പറഞ്ഞു കൊടുത്തോ? ഓവ് അതേടാ, ഞാൻ മഞ്ജുവിന്റെ പെണ്ണാണെന്നൊക്കെ വെച്ച് കാച്ചി. ഒറ്റ കണ്ണിറുക്കി പാറു പറയവേ നിരഞ്ജൻ ഉറക്കെ ചിരിച്ചുപോയി. ഇന്ന് നിരഞ്ജന്റെയും പാറുവിന്റെയും വിവാഹമാണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാത്തൊരു ചടങ്ങ്. ധന്യയും ജാനകിയമ്മയും ഇപ്പോൾ വേറെയാണ് താമസം. അമ്മയ്ക്ക് നിരഞ്ജന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യമെന്നും, പക്ഷേ മോളൊരുത്തി തനിച്ച് നിന്നാൽ അത് അവൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അവൾ കണക്കാക്കുമെന്നും കരുതിയാണ് താൻ ധന്യക്കൊപ്പം പോകുന്നെന്നുമാണ് പാറുവിനോട് ജാനകിയമ്മ പോവാൻ നേരം പറഞ്ഞത്. അവരങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും എന്തോ പാറുവിന് അത്ര വിശ്വാസം വന്നിരുന്നില്ല. അവർക്കൊരു പൊടിക്ക് ഇപ്പോഴും ധന്യയോടാണ് ഇഷ്ടമെന്ന് പാറുവിന് തോന്നിയിരുന്നു. പാറുവിന്റെയും നിരഞ്ജന്റെയും വിവാഹത്തിന് ക്ഷണിച്ചിട്ട് പോലും ആ സ്ത്രീ വരാതെയായപ്പോൾ പാറു ഉള്ളിലെ തോന്നലങ്ങ് ഉറപ്പിച്ചു. നിരഞ്ജൻ എന്ന മകനോട് അവർക്കുള്ളിൽ തട്ടിയ സ്നേഹമില്ലെന്ന്. ധന്യ സമ്മതിക്കാത്തതുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നെന്നും മോൾക്കും മോനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കാമെന്നും അവർ ഫോൺ ചെയ്ത് പറഞ്ഞു. ആ പറഞ്ഞൊരു ഇത്തിരി ആത്മാർത്ഥയും തോന്നി പാറുവിന്. അവർക്ക് നിരഞ്ജനോട് നന്ദിയുണ്ട്. നിരഞ്ജനെ ദ്രോഹിച്ചാലും കുറ്റപ്പെടുത്തിയാലും കുറ്റബോധമുണ്ട്. പക്ഷേ അവർക്ക് അവനോട് സ്നേഹമില്ല. അതിന് ഈ ജന്മം ഉണ്ടാവാനും പോകുന്നില്ല. അത് താൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ നിരഞ്ജൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിരഞ്ജൻ അവരോട് ഒരു അടുപ്പം കാണിക്കാതിരുന്നത്. എന്നാലും മാസം മാസം അമ്മയ്ക്കുള്ളത് അവനവിടെ എത്തിക്കുന്നുണ്ട്. നാളെ ഒരു കാലത്ത് അതിന്റെ പേരിൽ നിരഞ്ജന് കുറ്റബോധം തോന്നാതിരിക്കാൻ അത് നല്ലതാണ്. ജിതിനെ പാറു നിരഞ്ജനും കണ്ടിട്ട് ഒരു വർഷമായി ഏകദേശം. 1-2 വട്ടം ആരും കണ്ടിരുന്നത്രേ നാട്ടിൽ നിന്ന്. അവന് മാനസാന്തരം വന്നു എന്ന് പോലും. ചെയ്ത തെറ്റിനൊക്കെ ഒരിക്കൽ പാറുവിനോട് ക്ഷമ ചോദിക്കാൻ വരുമെന്നും പറഞ്ഞത്രേ. ക്ഷമ ചോദിക്കാൻ വരുമ്പോൾ ഒരു വാക്ക് പറഞ്ഞേക്കാൻ പറയണ അരിയേട്ടാ. വീട്ടിലുള്ള ചെരവയും വിട്ടെത്തിയും മറ്റു മാരകായുധങ്ങളെയും പല കുപ്പയിലും കൊണ്ടിടാനാ കാർത്തുവും പറഞ്ഞു. അന്നത്തെ രാത്രി ചിന്തിക്കാൻ പോലും വയ്യ. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ കിളവന് നല്ല ഉന്നില്ലാത്തതുകൊണ്ട് ചത്തില്ലെന്ന സിനിമ ഡയലോഗാണ് കാർത്തുവിന് ഓർമ്മ വരിക. കാർത്തുവാരി നല്ല കൂട്ടാണ്. ഒരുമാതിരി ചക്കിക്കൊത്ത ചങ്കരെന്നൊക്കെ പറയില്ലേ, അതുപോലെ. രണ്ടാളും പരസ്പരം കണ്ടാൽ അങ്ങ് ചൊറിഞ്ഞു തുടങ്ങും. ചൊറിയനില മാറിയിക്കും രണ്ടിനെയും ചൊറിച്ചിൽ കണ്ട. പക്രുവിന്റെ ദീർഘവീക്ഷ അനുസരിച്ച് അവൻ പറയുന്നത് രണ്ടും കൂടെ മുടിഞ്ഞ പ്രേമത്തിലാണെന്നാണ്. സാധാരണ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഈ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ കാർത്തുവിനായിരിക്കും അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ലെന്നാണ് സത്യം. രണ്ടും പരസ്പരം എന്ത് പണിയെടുക്കാന്ന് ആലോചിച്ചിട്ടാണ് ഉറക്കം ഉണരുന്നത് പോലും. സകലരും തലകുത്തി നിന്നിട്ട് മാറ്റാൻ പറ്റാത്ത കാർന്നവരുടെ കള്ളുകൂടി നിരഞ്ജൻ വിരട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. കവലയിലോ മറ്റോ ചട്ടമ്പിത്തരമായിട്ട് നടന്ന തൂക്കിയെടുത്ത് ലോക്കപ്പിലിടുന്നാണ് നിരഞ്ജൻ പറഞ്ഞേക്കുന്നത്. മൊത്തത്തിൽ സ്വസ്ഥം, സമാധാനം. പാറു രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് പതിയെ പേരെ നിരഞ്ജന് നീട്ടി. സ്വർണ്ണ കസവര സെറ്റ് സാരിയാണ് പാറുവിന്റെ വേഷം. നിരഞ്ജൻ വെള്ള ഷർട്ടും മുണ്ടുമാണ്. നിരഞ്ജൻ ഒപ്പിട്ടതോടെ നിയമപരമായി പാറു നിരഞ്ജന്റെ ഭാര്യയായി. അതിന് പിറ്റേന്നാണ് അമ്പലത്തിൽ വെച്ച് താലിയിട്ട് കിടന്നത്. മോർ സംഘ കാഴ്ചയാണ് മാറിയെന്ന് കണ്ണുടച്ചു. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീർ എല്ലാവർക്കും. പക്ഷെ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങും മുമ്പേയായി തന്നെ പാറുവിന്റെ മുഖത്തെ സന്തോഷം കെട്ടിയിരുന്നു. മുമ്പിൽ നിന്നിരുന്ന് ജിതിനായിരുന്നു. അവന്റെ മുഖത്ത് ശാന്തത നിഴലിച്ച് നിന്നിരുന്നു. ജിതിൻ പാറുവിനെ തന്നെ നോക്കി നിൽക്കവേ ആൾക്ക് മുമ്പിലേക്ക് തടസ്സമായി നിരഞ്ജൻ കയറി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.